പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ള പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ല സ്പോഞ്ചി ആയിട്ടുള്ള പാൻ കേക്ക് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്ത് വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറാണ്. മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം, മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ പാടെ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂണോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം 1 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. 1.5 കപ്പ് മാവിന് 1 കപ്പ് പാല്, ഇതാണ് അളവ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂണോളം വനില എസൻസ് ആണ്. അതും കൂടി ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള മാവിൻ്റെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻറ്റും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലംസ് ഒന്നും കിട്ടാതെ എല്ലാ ഭാഗത്തും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. ഇനി നമുക്കിതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ നെയ്യിട്ടാണ് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ ഉണ്ടെങ്കിൽ അത് മതിയാവും. ശേഷം ചൂടായ ശേഷം നമുക്ക് ഒരു തവി മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. മാവ് ഒഴിക്കണ സമയത്ത് ഒരുപാട് കുക്ക് ആവണത് വരെ വെയിറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ് കഴിയുന്ന സമയത്ത് തന്നെ ഇതൊന്ന് മറിച്ചിടണം. ഒരുപാട് ഓവർ കുക്കായി പോയാൽ ഒരു റബ്ബറി ഫീൽ വന്നിട്ട് അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ മാറും. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ മറിച്ചിടുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ ഷെയ്ഡ് വരണത്. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേറെ ഫ്ലേവറൊക്കെ ആഡ് ചെയ്യാം. അതായത് ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ എന്തെങ്കിലും ടച്ച് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ബനാനയാണ് ഇതിൽ ആഡ് ചെയ്യണമെന്നുള്ളതെങ്കിൽ ബനാന പ്യൂരി ഉണ്ടാക്കിയിട്ട് ഇതിലൂടെ മിക്സ് ചെയ്തിട്ട് ചുട്ടെടുത്താൽ മതിയാവും. അങ്ങനെയൊക്കെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഷുഗറിൻ്റെ അളവൊന്ന് കുറച്ചാൽ അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോർണിംഗ് സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ദോശയും ഇഡലിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ഇത് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം. പിന്നെ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.